2026 ശങ്കര ജയന്തി ഒത്തുകൂടുന്ന ദിവസമാണ് ഞാനിന്നുള്ളത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭൻ്റെ മുന്നിലെ നടുവിൽ മഠത്തിലാണ്. അതായത് ശ്രീ പത്മനാഭന് നിത്യവും പുഷ്പാഞ്ജലി അർപ്പിക്കാൻ അർഹരായ സന്യാസി ശ്രേഷ്ഠൻ, അതായത് ഉറവങ്കര അച്യുത ഭാരതി സ്വാമികൾ പാർക്കുന്ന ഇടം. ഈ മഠത്തിനുള്ളിലാണ് വില്വമംഗലം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹം ചുമതല ഏറ്റതിന് ശേഷം ഈ മഠത്തിനുള്ളിലായി സ്ഥാപിച്ച ശങ്കര ഗുരുവിൻ്റെ പ്രതിമയാണ്. അതോടൊപ്പം തന്നെ ശങ്കര പരമ്പരയിലെ തന്നെ സുരേശ്വരാചാര്യ സ്വാമിയുടെയും വില്വമംഗലം സ്വാമിയാരുടെയും രൂപങ്ങൾ നമുക്കിവിടെ കാണാം. ഇന്ന് പ്രത്യേക ആരാധനയാണ് ശങ്കരാചാര്യ ഗുരുവിനോട് അർപ്പിക്കുന്നത്. മലപ്പുറം മുടപ്പിലപ്പള്ളി മനയിൽ നിന്നും വരുന്ന പരമേശ്വരൻ നമ്പൂതിരിയാണ് എല്ലാ വർഷവും ഇവിടെ ശങ്കരാചാര്യ ഗുരുവിന് പ്രത്യേക പൂജകളും മറ്റും അർപ്പിക്കുന്നത്. എന്തായാലും ആ കാഴ്ചകളിലേക്ക് നമ്മൾ പോവുകയാണ്. അതിവിശിഷ്ടമായ കാഴ്ചകൾ. ശങ്കരാചാര്യർക്ക് അനന്തപുരിയിലുള്ള ഏറ്റവും പ്രഥമ സ്ഥാനമായി മാറുകയാണ് ഈ ഇടം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ലോകത്തിന് മുഴുവൻ ശം എന്ന് പറഞ്ഞാൽ മംഗളം, അതാണ് ശങ്കരൻ. ലോകത്തിന് മുഴുവൻ മംഗളമുണ്ടാക്കി കൊടുക്കാനായിട്ട് പലപ്പോഴും പല ദിക്കിൽ അവതരിക്കും. അങ്ങനെ 1200 വർഷം മുമ്പ് അവതരിച്ച് ആചാര്യസ്വാമികളുടെ ജന്മദിനമാണ് ഇന്ന്. എങ്ങനെ ദുഃഖമില്ലാതാക്കണത് ഭഗവാൻ? ദുഃഖമില്ലാതാക്കാനുള്ള വഴി പറഞ്ഞു തന്നുണ്ട് വേദങ്ങളിൽ. അത് പറഞ്ഞ പോലെ ചെയ്യേ വേണ്ടു. രോഗങ്ങളില്ലാതാക്കാൻ വൈദ്യശാസ്ത്രമുണ്ട്. അത് പഠിച്ച് അതുപോലെ ജീവിച്ചാൽ രോഗം വരില്ല എന്നാണ്. അതുപോലെ ആധ്യാത്മിക, ആദിദൈവിക, ആദിഭൗതികങ്ങളാകുന്ന ദുഃഖമില്ലാതാവാൻ യഥാർത്ഥമായിട്ട് പറഞ്ഞേക്കണത്, സത്യമായിട്ട് പറഞ്ഞേക്കണത് വേദാന്തത്തിലാണ്. വേദാന്തത്തിൻ്റെ അവസാന ഭാഗം. ആദ്യ ഭാഗത്ത് കുറേ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവസാനം വേദാന്ത തത്വങ്ങളിൽ പറഞ്ഞു ഇന്ന തരത്തിലായാൽ എല്ലാ ദുഃഖവും തീരും, എല്ലാ സുഖവും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് കിട്ടുന്നു. പക്ഷെ അത് ആൾക്കാർ മനസ്സിലാക്കാതെ വഴി തെറ്റി തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് അങ്ങനെ കർമ്മത്തിൽ ബന്ധിച്ച് കിടക്കായിരുന്നു. കർമ്മപാശബദ്ധന്മാരായിരുന്നു ആളുകൾ. അങ്ങനെയുള്ള സമയത്താണ് ഭഗവാന്റെ വിശേഷമായ അവതാരം. അങ്ങനെ അവതരിച്ച് വേദാർത്ഥം എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. മാത്രമല്ല അത് ലോകത്തിലെന്നും പ്രചരിക്കണം. അതിനായിട്ട് ഭാരതത്തിൻ്റെ 4 ഭാഗത്തും ഓരോ മഠം സ്ഥാപിച്ച് ശിഷ്യന്മാരെ അവിടെയൊക്കെ അതിൻ്റെയൊക്കെ അധിപതികളായിട്ട് ഏർപ്പാട് ചെയ്തു. അവസാനം വന്ന ദിക്കിൽ തന്നെ എവിടെ നിന്ന് നമ്മൾ പുറപ്പെട്ടു അവസാനം അവിടെ തന്നെ ചെന്ന് എത്തണമല്ലോ. അപ്പോഴല്ലേ യാത്ര പൂർത്തീകരിക്കുക. തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ട വടക്കുംനാഥൻ ഭഗവാൻ തന്നെയാണല്ലോ ആചാര്യസ്വാമികളായിട്ട് വന്നത്. അങ്ങനെ ഭഗവാനിൽ തന്നെ ലയിക്കാനായിട്ട് പോകുക. അപ്പോഴാണ് ശിഷ്യന്മാരൊക്കെ ആ സമയത്ത് അടുത്തുണ്ട്. അവർ പറഞ്ഞു വേദതത്വങ്ങൾ എല്ലാവർക്കും ശരിയായിട്ട് വ്യാഖ്യാനിച്ചു കൊടുക്കണം. അതിന് കേരളത്തിൽ വിശേഷമായിട്ടുള്ള ഒരു ഏർപ്പാട് വേണമെന്ന് പറഞ്ഞു. പറഞ്ഞിട്ടാണ് ഭഗവാനിൽ ലയിച്ചത് ആചാര്യസ്വാമികൾ. ആ ഭഗവാന്റെ ഇംഗിതമനുസരിച്ച് ശിഷ്യന്മാർ തൃശ്ശൂരിൽ 4 മഠങ്ങൾ സ്ഥാപിച്ചു. സന്യാസി മഠങ്ങൾ. അവിടെ വലിയ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളും
അവരെ പഠിപ്പിച്ചുകൊണ്ടും ശിഷ്യന്മാരൊക്കെ ആയിട്ട് താമസിച്ചു. കേരളത്തിലെ എല്ലാ ദിക്കിലും സഞ്ചരിച്ച് പുഷ്പാഞ്ജലികളൊക്കെ ചെയ്ത് അവിടെയുള്ളവർക്ക് വേദാന്ത ഉപദേശം കൊടുത്ത് സഞ്ചരിച്ചിരുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെയൊക്കെ ആൾക്കാരൊക്കെ വളരെ കുറവായി. അങ്ങനെ നടുവിൽ മഠത്തിൽ 4 മഠം സ്ഥാപിച്ചതിൽ നടുവിൽ മഠം അത് ശൃംഗേരിയിലത്തെ സുരേശ്വരാചാര്യൻ എന്നുള്ള ശിഷ്യനാണ് സന്യാസം സ്വീകരിച്ചത്. ആദ്യം സ്വീകരിച്ച ആൾ വില്വമംഗലം സ്വാമിയാർന്ന് പറയും. അദ്ദേഹം എത്താത്ത പ്രദേശമില്ല, ക്ഷേത്രങ്ങളില്ല. ഇന്നും എത്രയോ ക്ഷേത്രങ്ങളിൽ ഒരു വിളക്ക് വയ്ക്കുക ചെയ്യണു. ഇവിടെ സ്വാമിയാർ വന്ന സ്ഥലമാണ്, ഇരുന്ന സ്ഥലമാണ്, പുഷ്പാഞ്ജലി ചെയ്ത സ്ഥലമാണെന്നും പറയും. എത്രയോ ദിക്കിൽ പ്രതിഷ്ഠയും നടത്തി വില്വമംഗലം. അങ്ങനെ ആ വരണ വഴിക്ക് ഇവിടെ എത്തി. ഇവിടെ വന്നിട്ടാണ് വലിയ കാട്ടിനടുക്ക് ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭൃധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം എന്നുള്ള രീതിയിലാണ് ആ രൂപമാണ് കാണിച്ചു കൊടുത്തത്. ഉടനെ അവിടെ തൽക്കാലം പൂജിച്ചു. ആ പൂജയെ ഓർത്തുകൊണ്ട് ഇന്നും സ്വാമിയാരുടെ പൂജ സങ്കല്പിച്ചുകൊണ്ട് അവിടെ പൂജയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രം പണിയേണ്ട ഏർപ്പാടൊക്കെ ചെയ്തു. വില്വമംഗലം വടക്കുന്ന് വരുമ്പോൾ അനേകം കൂട്ടുകാരോട് ഒന്നാണ് വന്നേക്കണേ. അവരൊക്കെ ഏർപ്പാട് ചെയ്തു. ക്ഷേത്രമൊക്കെ പണിയേണ്ട കാര്യങ്ങളും പൂജ നടത്തേണ്ട കാര്യം എല്ലാം ചെയ്തു. വില്വമംഗലമാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നും പുഷ്പാഞ്ജലി ചെയ്തുകൊണ്ട് താമസിച്ചു. അവസാനം ഇവിടെ തന്നെ പുഷ്പാഞ്ജലിയിൽ താമസിച്ച് ഇവിടെ സമാധിയായി. ആ സമാധി സ്ഥാനമാണ് ഇവിടുത്തെ നമ്മുടെ ക്ഷേത്രം. അദ്ദേഹം പൂജിച്ചേർന്ന വിഗ്രഹം അവിടെ വെച്ച് പൂജിക്കണം. സാളഗ്രാമമൊക്കെ അവിടെ വെച്ച് പൂജിക്കണം. അപ്പോൾ അത് പല ദിക്കിലും ഇന്ന് ലോകം മുഴുവൻ ലോകഗുരുവായിട്ട് തീർന്നു എന്നാണ്. വേദത്തിൻ്റെ അർത്ഥം ശരിയായിട്ട് വ്യാഖ്യാനിച്ച് ഭാഷ്യങ്ങൾ നിർമ്മിച്ച് എന്നേക്കും 1200 വർഷം കഴിഞ്ഞിട്ടും അതിനേക്കാൾ നല്ലൊരു വ്യാഖ്യാനം ആർക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പല ഗ്രന്ഥങ്ങളും പലരും വ്യാഖ്യാനിക്കും, നന്നായത് വന്നാൽ പഴയതൊക്കെ ഇല്ലാതാവും. ഇതങ്ങനെയല്ല. 1200 വർഷം കഴിഞ്ഞിട്ട് ഇത്രയും പണ്ഡിതന്മാരുണ്ടായിട്ടും അതിനേക്കാൾ നല്ലൊരു വ്യാഖ്യാനം ഉണ്ടാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇന്നും അത് പഠിച്ച് എല്ലാവരാലും ആദരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥമായിട്ട് മാറിയിരിക്കുക ഭാഷ്യം. പ്രസ്ഥാനത്രയം എന്ന് പറയും. വേദാന്ത സൂത്രങ്ങൾ, അതുപോലെ തന്നെ ഭഗവത്ഗീത, ഉപനിഷത്തുകൾ, ഈ 3 എണ്ണത്തിനാണ് വിശേഷമായിട്ട് ഭാഷ്യം ചെയ്ത് അതിന് പ്രസ്ഥാനത്രയം എന്ന പേര് ഇന്നും ലോകം മുഴുവൻ ആദരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ ദിക്കിലും പൂജിക്കുന്നുണ്ട്. ഇവിടെ വിശേഷമായിട്ട് ഭഗവാന്റെ ആ വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നു. പുഷ്പാഭിഷേകമൊക്കെ നടത്താൻ കഴിഞ്ഞു. എല്ലാ ദിക്കിലും ഓരോ രൂപത്തിൽ ആചാര്യസ്വാമികളുടെ മാത്രമേ ഉള്ളൂ. ശൃംഗേരിയിൽ മാത്രം സുരേശ്വരാചാര്യയും കൂടി, അതിൻ്റെ ആദ്യത്തെ സ്ഥാപകൻ്റെ ആളുടെയും കൂടി ഉണ്ട്. അതിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ്റെ കൂടി ഉണ്ട്. എന്നാൽ ഇവിടെ അതിൻ്റെ ശിഷ്യനായിട്ടുള്ള സുരേശ്വരാചാര്യയും കൂടി ശിഷ്യനായിട്ടുള്ള വില്വമംഗലത്തിൻ്റെ കൂടി നമ്മളിവിടെ സ്ഥാപിച്ചിരിക്കുക. കാരണം പത്മനാഭസ്വാമിയെ പ്രതിഷ്ഠിച്ച ആളാണ്. ഇവിടെ തന്നെ വിശ്രമിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് ഇവിടെ തന്നെ വിശ്രമിക്കുന്നു. അങ്ങനെയുള്ള ആ ഭഗവാനെ ഇന്നിവിടെ ഈ പുണ്യദിനത്തിൽ എല്ലാവരും കൂടി പൂജിക്കാനും പുഷ്പാഭിഷേകം നടത്താനും എല്ലാം കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതാം. വലിയ വിപുലമായിട്ടൊന്നും നമ്മൾ ആളുകളെ വിളിച്ചു വരുത്തിയില്ല. കാരണം പല ദിക്കിലും ആളുകൾ ഇത് പൂജിക്കുന്നുണ്ടെന്ന്, അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും അറിയിച്ചു എന്ന് മാത്രം. ഇത്ര ആൾക്കാർ ഇവിടെ കൂടാൻ കഴിഞ്ഞത്, ഭഗവാനെ ആരാധിക്കാൻ കഴിഞ്ഞത് വലിയ പുണ്യമായിട്ട് നമുക്ക് കരുതാം. ഭജരേ ലോകഗുരും മനോജാ ഭജരേ ലോകഗുരും ആര്യാംബമുഖ പങ്കജബാനും ആര്യാംബമുഖ പങ്കജബാനും ആര്യാജാനി പദാംബുജ
भृङ्गम् आर्याजानि पदाम्बुज भृङ्गम् नित्यानित्यविवेचन चतुरं नित्यानित्यविवेचन चतुरं सत्याद्वयचिन्तन निरतं भजरे लोकगुरुं मनोजा भजरे लोकगुरुं दण्डकमण्डलू मण्डितपाणिं पण्डितपामर वन्दितपादं दण्डकमण्डलू मण्डितपाणिं पण्डितपामर वन्दितपादं शङ्करमाश्रित जनमन्दारौ शङ्करमाश्रित जनमन्दारौ किङ्करभारती तीर्थसुसेव्यं किङ्करभारती तीर्थसुसेव्यं भजरे लोकगुरुं मनोजा भजरे लोकगुरुम्